കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും അല്ലു അർജുൻ്റെ ഫാനായിട്ടുള്ള ആരും ഇതൊക്കെ ചെയ്തില്ല. പക്ഷേ പുഷ്പ ഫഹത്താണ് ഈ പടം ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുപോയത് ഫഹത്താണ്. ഫഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഇതിൽ. പക്ഷേ അല്ലു അർജുൻ്റെ ലാസ്റ്റ് ഫൈറ്റ് രണ്ട് കൈയും രണ്ട് കാലും കെട്ടി വെച്ചുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് രണ്ട് കാലും കൈ കെട്ടി വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റൂല. പക്ഷെ അതൊരു മോശമായിപ്പോയി. പക്ഷേ സാരി കൊടുത്തുള്ള ഫൈറ്റൊക്കെ സെറ്റായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ദേവിക്ക് നമ്മളൊരു നേരത്തെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ പിൻവേഷം കണ്ടിയാൽ നമ്മളെ മനസ്സിലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് അല്ലു അർജുന് നമ്മുടെ ഈ സിനിമയിൽ മുട്ട് തന്നിട്ടുണ്ട്. അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് അല്ലു അർജുന്. രശ്മിയുടെ ഇത് എന്തിനാണ് ഒരു പാട്ടിന് വേണ്ടി അവർ 2 കോടിയാണ് അവർക്കൊരു പാട്ട്. എന്തിനാണ് ഒന്നും ചെയ്തിട്ട് പോയത്? നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അല്ലാതെ ഒരു പാട്ടൊക്കെ ഉള്ളായിരുന്നു അല്ലു അർജുൻ്റെ. അത് സെറ്റായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളി പെർഫോമൻസ് ചെയ്യാം. പടം സകലം ലാഗുണ്ടായിരുന്നു. ആദ്യമേ കുറച്ച് ലാഗുണ്ടായിരുന്നു. അത് കുറച്ച് കോമഡി ആയിപ്പോയി. എല്ലാവരും ശരിയാണ്. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരഞ്ഞ് അഭിനയിക്കുമ്പോൾ കണ്ണോട്ട് നിന്നവരൊക്കെ ചിരിക്കുകയാണ് ചെയ്തത്. കാര്യം ഡബ്ബിങ് ശരിയായില്ല. ഡബ്ബിങ് മോശമായിപ്പോയി. എന്നാലും ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ പടം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാലും ഇപ്പോൾ ആവറേജ് മൂവിയാണ്. അല്ലു അർജുനെ കാണിച്ചപ്പോഴത്തേക്ക് നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും പറയില്ല, വേറെ ലെവലായിരുന്നു. നല്ല പടമായിരുന്നു. കുഴപ്പമില്ല. അത്യാവശ്യം ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ. കുറച്ചുകൂടെ മാറ്റി പിടിച്ച പടം. ഇത് 3 ഉണ്ടെന്ന് തോന്നുന്നു. അന്നാണ് പാൻഡൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അല്ലു അർജുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആരും സാരി എടുത്തുകൊണ്ട് വരെ എന്തിന് എല്ലാവരും പറയും ഭയങ്കര തൊലിക്കട്ടിയാണ്, കോമളിയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല. നമ്മൾ ഒരു കലാകാരൻ, ഞാനൊരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ എല്ലാ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ആ പെർഫോമൻസ് കണ്ടാണ് ആ സാരി കൊടുത്തെന്ന് വന്ന ഞാനൊരു ഭക്തനും കൂടെയാണ്. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് സാരി കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ എൻ്റെ ഭാര്യയാണ് എനിക്ക് സാരിയെ കൊടുത്തു തന്നത്. പിന്നെ നമ്മുടെ ദൃശ്യ, പിന്നെ നമ്മുടെ നിത്യ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ സുമേഷ് ഉണ്ടായിരുന്നു. സിനിമ ചെന്നിട്ട് വേണം സുമേഷിനെ കണ്ടിട്ട് നാരങ്ങ വാങ്ങിച്ചിട്ട് നമ്മൾ മാംഗോ ചില്ലി വാങ്ങിച്ചിട്ട് ഈ നാരങ്ങ അരത്തിട്ട് അതിൽ പിടിച്ചിട്ട് മേക്കപ്പൊക്കെ 1 മണിക്ക് ഞാൻ എണീറ്റായിരുന്നു. 1 മണിക്ക് എണീറ്റ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഒരു വിധത്തിൽ ശരിയാവില്ല. അവസാനം പിന്നെ സാരി കൊടുത്തിട്ട് ശരിയാവില്ല. എല്ലാം കൂടെ ചേർന്നപ്പോൾ 3 മണി. പിന്നെ വീണ്ടും സാരി ഒന്നും കൂടെ എൻ്റെ ഭാര്യ അടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ എനിക്ക് കൊടുത്തു 3:30 മണിയായി. 3:45. നിങ്ങൾ ആരെങ്കിലും സുമേഷിനെ കണ്ടിട്ടുണ്ടോ മാംഗോ ചില്ലിയില? ഇതാണ് സുമേഷ്. സാരി എൻ്റെ ഭാര്യയാണ് എനിക്ക് കൊടുത്തത്. ഞാൻ എങ്ങനെയാലും അടിച്ച് പറിച്ചാണ് വന്നത്. ഹോട്ടലിൽ. പിന്നെ അല്ലാതെ തിരിച്ച് ഹോട്ടൽ തന്നെയാണ് പോകണം. പിന്നെ അല്ല അല്ലു അർജുൻ്റെ പണം കാണാൻ വേണ്ടി ഹോട്ടലിൽ പറഞ്ഞെങ്കിൽ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ തന്നെ പോകും. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കതിൽ കുറ്റമൊന്നുമില്ല. ഞാൻ ഹെവി ഡ്രൈവറൊക്കെ തന്നെയാണ്. നമ്മളെ ഉപജീവന മാർഗ്ഗം ഓട്ടോറിക്ഷ കൊണ്ടാണ്. ഓക്കെ. നിങ്ങൾ സുമേഷിനെ കാണണ്ടേ മാംഗോ ചില്ലിയില്ല? നിങ്ങൾ എല്ലാവരും നിരക്കണ സുമേഷാണ് ഇത് ഡ്യൂട്ടിയിലേക്ക്. സുമേഷ് ഇന്ന് പെരുക്കുന്ന നമ്മള് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നമ്മൾ ചില സിനിമകളിൽ മാസ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോക്കായിരിക്കും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പേസിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാസ് എലമെന്റ്സ് ഇട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു മാസ് എലമെന്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അല്ലു അർജുൻ കാണിക്കുന്ന മാസിന്റെ എല്ലാത്തിനും ഒരു മാക്സിമം അങ്ങ് ആയിക്കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ട്രാക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇല്ല കന്നു ലെവലൊന്നും ആയിട്ടില്ല. മര്യാദയ്ക്ക് അവർ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. DSP തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റസൂൽ പൂക്കറ്റി അഡ്വാൻസ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് ഈ പടം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിയേറ്ററുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒന്നും വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല ഒരു ട്രാക്ക് മാറ്റം വരുന്നത്. കാരണം മാസം കാണിക്കാനെല്ലാം കഴിഞ്ഞു. പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു ചെറിയൊരു അവസ്ഥ വന്നു.
അപ്പം അവിടെ ഒരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പിടിച്ചൊരക്കാനുള്ള ദേഷ്യം ക്യാരക്ടറിനൊന്നും തോന്നിയില്ല. അത് അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ എടുത്ത ഒരു ഭോജ്പൂരി സിനിമകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ ബീഹാർ, ജാർഖണ്ഡിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ യുപി, ബീഹാർ ആ ഒരു സെറ്റപ്പ് വലിയ സ്ക്രീനിൽ എടുത്തിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച് വന്നു. ആ ഒരു പക്ഷേ അതിൻ്റെ അപ്പോൾ എക്സ്പെക്ടേഷൻ അത്രയും ലോ ലെവലിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ മാസ് എലമെന്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. അത് രണ്ടുപേരും ഫഹദാണ് ഉയർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതൊരു പറയുന്നില്ല ഞാൻ, കാരണം നമുക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ്. കേരളത്തിൽ തന്നെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു കങ്കുവ ലെവൽ തീർച്ചയായിട്ടും എബോ കങ്കുവ തന്നെയാണ്. ഇതൊരു ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അല്ലു